ഹലോ എവ്രി വൺ. അപ്പോൾ ഇത് നമ്മുടെ ലണ്ടൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ മാഡം തുസാഡ് മ്യൂസിയത്തിലാണ് എത്തിയത്. ഇത് മാഡം തുസാഡ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അവിടെ നിന്ന് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി എന്താ പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഡം തുസാഡിനകത്ത് കയറിയതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും അവിടുത്തെ ലൈറ്റിങ്ങും അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ പ്രതിമകളും, ആ മെഴുകു പ്രതിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറിജിനലാന്ന് തോന്നുന്നത്. ഏഞ്ചലീന ജോലിയൊക്കെ കണ്ടില്ലേ, ശരിക്കും അതൊക്കെ നമുക്ക് ഒറിജിനലാന്ന് തോന്നിപ്പോകും കേട്ടോ. പിന്നെ അവിടുത്തെ ലൈറ്റിങ് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ആക്ടേഴ്സ് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അമിതാഭ് ബച്ചനെ, പക്ഷേ അത്ര ക്ലിയർ ആണോ എന്നറിയില്ല. പിന്നെ ഓരോ പോപ്പ് സിംഗേഴ്സ് അങ്ങനെ അങ്ങനെ തുടങ്ങി അങ്ങനെ എല്ലാവരെയും ശരിക്കും ആ പ്രതിമയൊക്കെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവനുള്ള പ്രതിമയുടെ കൂടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ജെയിംസ് ബോണ്ട് അങ്ങനെ എല്ലാ തരത്തിലും, പിന്നെ നമ്മുടെ ഹൃത്തിക് റോഷൻ, കത്രീന കൈഫ്, അങ്ങനെ അങ്ങനെ ഇന്ത്യൻ ആക്ടേഴ്സിനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ജാദു, ആ സിനിമയിലെ ഒരു ഇതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മളൊരു പാലസ് വ്യൂവിനകത്ത് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് കിങ് ചാൾസ്, പിന്നെ നമ്മുടെ ക്വീന്, അവരൊക്കെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനും റോയൽ ഫാമിലിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം ആ ഒരു പ്രതിമകൾ മാത്രമല്ല, അവിടെ പല പല എക്സ്പീരിയൻസുകൾ ആയിട്ട്, അതായത് ഡാർക്ക് റൂമുണ്ട്, ഹൊറർ റൂമുണ്ട്. അപ്പോൾ ലിയാമിന് ഈ ഡാർക്ക് സൗണ്ടൊക്കെ കേട്ട് കഴിയുമ്പം പേടിയായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊക്കെ ഓടിപ്പോരുമായിരുന്നു ചെയ്തത്. കാരണം അതൊക്കെ ഒരു എന്താ പറയുന്നത്, അവന് ആ സൗണ്ടും പ്രതിമയൊക്കെ കണ്ടിട്ട് അവനാകെ പേടിയായി. അപ്പോൾ പിന്നെ ഞങ്ങൾക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു ട്രെയിനിൽ കയറി കേട്ടോ. അതായത് ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. അപ്പം നമുക്കൊരു 4.25 മിനിറ്റ് ഉണ്ട് കേട്ടോ ട്രെയിനിനകത്തൂടെ ഉള്ളൊരു ജേർണി. അപ്പോൾ ഇത് നമ്മുടെ 400 ഇയേഴ്സ് ബാക്കുള്ള ബ്രിട്ടനാണ്. ആ സ്റ്റോറിയാണ് അവർ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ അതിൻ്റെ സ്റ്റോറീസൊക്കെ പറയുന്നുണ്ട്. 400 ഇയേഴ്സിന് മുന്നുള്ള ബ്രിട്ടൻ. നമുക്കതിനകത്ത് പല അതായത് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ, ഗലീലിയോ, അതുപോലെ തന്നെ നമുക്ക് ഐസക് ന്യൂട്ടന്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവർ എങ്ങനെയാണ് ഫുഡ് മേക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ അവരുടെ പൈററ്റ്സ്, അങ്ങനെ ഭയങ്കര അതൊക്കെ ഇങ്ങനെ മൂവിങ് ആയിട്ട് ശരിക്കും നമുക്കൊരു ജീവനുള്ള ഒരു പ്രതിമ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഇതായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ്. ശരിക്കും അതൊരു ആ ഒരു 4.5 മിനിറ്റ്സ് അല്ലെങ്കിൽ നിയർലി ഒരു 5 മിനിറ്റ്സോളം നമുക്ക് ശരിക്കും അതൊരു വിഷ്വൽ ട്രീറ്റ്, വോയിസും സൗണ്ടും, പിന്നെ എന്താ പറയുന്നത് അവിടുത്തെ ആ ഒരു പാവയുടെ ആ ഒരു ഓരോ ഇതും മൂവ് ചെയ്യുന്നതും. അപ്പം ആ 400 ഇയേഴ്സ് തുടങ്ങി അവിടെ നിന്ന് പോയി അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രിട്ടൻ്റെ കാര്യങ്ങൾ വരെ ആ ഒരു വിഷ്വൽ ട്രീറ്റിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈഫിൽ വൺസ് എങ്കിലും ഒന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കേട്ടോ. അത് മാത്രമല്ല, മാഡം തുസാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ടൈം എടുത്ത് കാണണം. അന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ടൈം കുറവായിരുന്നുകൊണ്ട് ഞങ്ങൾക്കൊരു 1.5 മണിക്കൂർ അതിനകത്തുനിന്ന് പെട്ടെന്ന് കണ്ടിട്ട് ഓടിപ്പോരേണ്ടി വന്നു. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ പോകുമ്പോൾ നല്ല ടൈം എടുത്ത് സ്പെൻഡ് ചെയ്ത് ഒരു 2-2.5 മണിക്കൂർ കണ്ടിട്ട് വരാനുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ട് കേട്ടോ മാഡം തുസാഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ അടുത്തത് ഷാഡിലേക്കാണ് പോയത്. ഷാഡിൻ്റെ എൻട്രൻസ് ആണ് UK-യിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബിൽഡിംഗ് ആണ്. അതിൻ്റെ 68th ഫ്ലോറിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ദി എൻറ്റയർ ലണ്ടന് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലണ്ടൻ ഷാഡിൻ്റെ ഓഫീസിൻ്റെ മുന്നിലുള്ള ഒരു വ്യൂ ആണിത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ക്രൂസ് ഷിപ്പിനാണ്. അതായത് ക്രൂസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നേരെ കാണാം, ലണ്ടനായി കാണാം. അങ്ങനെ ഞങ്ങൾ ക്രൂസിലൊക്കെ കയറി റിവർ തേംസിനകത്തൂടെ പോവാണ് കേട്ടോ. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്, ചരിത്ര പ്രസിദ്ധമായ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയത്തില്ലേ, ആ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഈ ബോട്ട് പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിവർ തേംസ് ആണ്. ഈ റിവർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഈ കാണാൻ പറ്റും കപ്പലൊക്കെ നങ്കൂരം ഇട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു റിവർ തേംസിൻ്റെ ഒരു വാട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രഷറുള്ളൊരു വാട്ടറാണ് റിവർ തേംസിൻ്റെ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ആഴമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രൂസ് ഷിപ്പ്, അതുപോലെ തന്നെ വലിയ വലിയ കപ്പലുകൾ വരെ ആ നങ്കൂരം ഇട്ട് കിടക്കാനായിട്ടുള്ള ആഴമുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ലണ്ടനൈയാണ് കേട്ടോ. ഇതാണ് ലണ്ടനൈയുടെ അകത്തുള്ള വ്യൂ.
അപ്പം നമുക്ക് ശരിക്കും ആ ലണ്ടനിൽ കയറിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു എൻറ്റയർ ഭൂമി, അതായത് ഭൂമി ഉരുണ്ടതാണ് 360 ഡിഗ്രിയിൽ നമുക്ക് കാണാൻ പറ്റുക എന്നൊക്കെ പറയത്തില്ലേ, അതൊരു ഒരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു എക്സാക്റ്റ് വ്യൂ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ലണ്ടൻ വിശേഷങ്ങൾ. അപ്പോൾ ഇത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയാണ്. എനിവേ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ട്രിപ്പൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഏത് ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. അത് ഓൾറെഡി ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആപ്പിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ ആഡ് ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലണ്ടൻ ട്രിപ്പ് ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ബുക്ക് ചെയ്ത് ഒരു എത്ര ഡേയ്സാണ് വേണ്ടതെന്നുള്ളതൊക്കെ ചൂസ് ചെയ്തിട്ട് പോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മെയിൻലി യൂസ് ചെയ്തത് 3 ആപ്പായിരുന്നു. ഗെറ്റ് യുവർ ഗൈഡും പിന്നെ ഗോ സിറ്റി ആപ്പും പിന്നെ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആപ്പും കൂടിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.